ഇതാണ് അനന്തവും ലേഖയും കൂടി എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി. ഇവർക്ക് മുന്നേ ഞാൻ ഇയാളെ കണ്ടെത്തി കഴിഞ്ഞതാ. എങ്കിലും ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായി കഴിഞ്ഞു എന്റെ മഹി ആരാണെന്ന്. കണ്ണാ, സാഗർ പറഞ്ഞ കഥകൾ മഞ്ജു എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതല്ല നീ വിശ്വസിച്ചത്. ഇവള് പറഞ്ഞ കഥകളാ. നിർത്തടാ. സാഗർ എന്നോട് പല കഥകളും പറഞ്ഞു, പല ആവർത്തി. പക്ഷെ അപ്പോഴൊന്നും ഇയാൾ ഇയാളുടെ ഭാഗം പറഞ്ഞില്ല. അത് ഇയാൾ ചെയ്ത തെറ്റാണെന്ന് ഇയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സാഗർ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ എന്നോട് മാത്രമല്ല, ഇവനോടും അവന്റെ തലച്ചോറി വന്നതൊക്കെ വിളമ്പി നന്നായിട്ട്. അതിന്റെ മറുപടി ഇയാളല്ല പറഞ്ഞത്. സാഗർ എന്താണെന്നും ഏതാണെന്നും ഇവനും എനിക്ക് ലേഖയ്ക്കും നേരിട്ട് ബോധ്യപ്പെട്ടു. ആരും ഒന്നും പറയാതെ തന്നെ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവടാ, നീ അവസാനം ഇവളെ ന്യായീകരിച്ചിട്ട് നിനക്കൊപ്പം കൊണ്ടുവരത്തതേ ഉള്ളൂന്ന്. ഇതുപോലൊരു പെണ്ണിന്റെ വാക്ക് വിശ്വസിച്ച് അവളുടെ തെറ്റ് മൂടി വെക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. എന്നാ അതാണ് ഞാൻ. എന്റെ ഭാര്യ പറയുന്ന മാത്രം എനിക്ക് വിശ്വാസം. സാഗർ എന്ന് പറഞ്ഞവൻ എന്നോട് കള്ളക്കഥ പറഞ്ഞപ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല. എന്റെ ഭാര്യ മനസ്സുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞിട്ടുമില്ല. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരനും അവന്റെ ഭാര്യയും ഒരു നിമിഷം നേരെ ഇയാളെ തള്ളി പറഞ്ഞപ്പോ പോലും ഞാൻ ഇയാൾ തെറ്റുകാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. അവസാനം ഇതിന്റെ പേരിൽ ഇവനും ലേഖ എന്നോട് പന്തയം വെക്കുക കൂടി ചെയ്തു. പക്ഷെ അവസാനം ആ പന്തയത്തിൽ ജയിച്ചത് ഞാനാ. ഒരിക്കലും അല്ല. ഈ കല്യാണശേഷം കണ്ണേട്ടൻ തോറ്റോണ്ടിരിക്കുക എന്ന് വെച്ചാ ഭൂലോക തോൽവിയായ ഒരുത്തിയാ കണ്ണേട്ടൻ ഭാര്യയാക്കിയിരിക്കുന്ന. ഭൂലോക തോൽവി ആരാണെന്നൊക്കെ എനിക്കറിയാം. അതേപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. എടാ കണ്ണ, ഒരു കാര്യം ചെയ്. കാണാനുള്ള കാഴ്ചകൾ ഇവരും കൂടി ഒന്ന് കാണിക്കേ. അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് നല്ലത്. എല്ലാരും വാ. എല്ലാരും വരാൻ. അല്ല, മേഘേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, കാണാനുള്ള കാഴ്ചകൾ കണ്ടിട്ട് പോയാ മതി. വാ.